ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വിഷുവാണ് വരാൻ പോകുന്നത്. ഈ വർഷം മേടമാസം 2-ാം തീയതി, അതായത് 2026 ഏപ്രിൽ 15-ാം തീയതിയാണ് വിഷു വരുന്നത്. മേടസംക്രമം നടക്കുന്നത് മേടം 1-ാം തീയതിയാണ്. മേടം 1-ാം തീയതി ഏകദേശം രാവിലെ 6:13 മുതൽ ഉച്ചയ്ക്ക് 1:45 മണി വരെയുണ്ട്. അതുകൊണ്ട് സംക്രമം കഴിഞ്ഞിട്ട് വരുന്ന ഉദയം, ആ ഉദയ നാളിലാണ് നമ്മൾ സാധാരണയായിട്ട് വിഷുവായി ആഘോഷിക്കുന്നത്. ഇത്തവണ സൂര്യൻ മേടരാശിയിലേക്ക് പ്രവേശിക്കുന്നത് മേടം 1-ാം തീയതിയാണ്. അതും ഉച്ച കഴിയുന്നത് വരെ ഉണ്ട്. അതുകൊണ്ടാണ് 15-ാം തീയതി, അതായത് മേടം 2-ാം തീയതി നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷു വളരെ വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. ഓരോ ദേശങ്ങൾക്കനുസരിച്ചിട്ട് വിഷുവിൻ്റെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വ്യത്യാസമുണ്ട്. എങ്കിലും മലയാളികൾ എല്ലാവരും ഒരുപോലെ ആചരിക്കുന്ന ഒരു അനുഷ്ഠാനമാണ് കണി കാണുക എന്നുള്ളത്. കണി കാണുക എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. പുതുവർഷമാണ്. അതുകൊണ്ട് തന്നെ ഐശ്വര്യം നിറയുന്ന മംഗളകരങ്ങളായ വസ്തുക്കൾ കണ്ടുകൊണ്ട് ഇനിയുള്ള നാളുകൾ നന്നായിരിക്കുന്നതിന് വേണ്ടി ഒരു പുതുവർഷം, ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ കണി കാണുക എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഘോഷിക്കുന്നത്. ഇനിയുള്ള നാളുകളെല്ലാം സമൃദ്ധിയുടേതാകട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ കണി കണ്ട് നമ്മുടെ ജീവിതം തുടങ്ങുന്നു. എന്തൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണി വെക്കേണ്ടത്? പലർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണത്. കണ്ണിൽ കാണുന്ന എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കണി കാണാറുണ്ട്. പല സിനിമകളിൽ കാണുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ കേട്ടുകൊണ്ട് വേണ്ടതും വേണ്ടാത്തതും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് കണി കാണാറുണ്ട്. പക്ഷേ പലപ്പോഴും വേണ്ട കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യും. നിർബന്ധമായും നമ്മുടെ കണിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതായത് നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ എവിടെയാണോ കണി വെക്കുന്നത്, പൂജാമുറിയിലെങ്കിൽ അങ്ങനെ, അതല്ല പൂജാമുറി ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ശുദ്ധമായ പ്രദേശത്ത് അവിടെ നന്നായി തൂത്ത് തുടച്ച് വൃത്തിയാക്കണം. അതുമാത്രമല്ല, വിഷുവിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ നമ്മുടെ വീട് എല്ലാം അടിച്ച് തൂത്തുവാരി തുടച്ച് പഴയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു കളഞ്ഞ് കത്തിച്ചു കളഞ്ഞ്, പഴകിയ ഭക്ഷ്യവസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റി, കീറിയ തുണികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പഴയ മുറം, പൊട്ടിയ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റി നമ്മുടെ വീട് വൃത്തിയും ശുദ്ധിയുമുള്ളതാക്കണം. വങ്കു പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയ വിഗ്രഹങ്ങൾ, പൊട്ടിയ മൺകലങ്ങൾ, മൺചട്ടികൾ ഇവയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കീറിയ വസ്ത്രങ്ങൾ, ചീത്തയായ മുറങ്ങൾ, കുട്ടകൾ, വട്ടികൾ ഇതൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അതൊക്കെ എടുത്ത് മാറ്റണം. വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കി തൂത്തുവാരി തുടച്ച് ഇടണം. കണി വെക്കുന്ന ആ പ്രദേശം നന്നായി തൂത്തുവാരി എല്ലാം തുടച്ച് വൃത്തിയാക്കുക. കണി വെച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് തലമുടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പറന്നു വീഴാൻ ഇടവരരുത്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിലവിളക്ക് വേണം. നിലവിളക്കിലേക്ക് ദീപം പകരുന്നതിനായി ഒരു കൊടിവിളക്ക് അല്ലെങ്കിൽ ഒരു മൺചിരാത് എന്തെങ്കിലും, അതായത് നേരിട്ട് നിലവിളക്കിലേക്ക് ദീപം പകരരുത്. അതിനു വേണ്ടിയിട്ടാണ്. പിന്നീട് ഭഗവാന്റെ പടങ്ങളെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി പനിനീരും വെള്ളവും, ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ പനിനീരും വെള്ളവും ഒക്കെ ഉപയോഗിച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കുക.
ഫോട്ടോകളും വിഗ്രഹങ്ങളും എല്ലാം അലങ്കരിക്കുക. ചന്ദനവും സിന്ദൂരവും ഒക്കെ കൊണ്ട് അലങ്കരിച്ച് പഴയ മാലകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി പുതിയത് ഇടുക. ഭഗവാന്റെ ഒരു വിഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന് 10 രൂപ അല്ലെങ്കിൽ 50 രൂപയൊക്കെ കൊടുക്കുമ്പോൾ, ഇവിടെ തിരുവനന്തപുരത്തൊക്കെ 20 രൂപയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഒരു മഞ്ഞമുണ്ട് കിട്ടും. ഒരു കൊച്ചു മഞ്ഞമുണ്ട് അല്ലെങ്കിൽ ഒരു കോടിമുണ്ട്, ചെറുത്, നമ്മുടെ കയ്യിലുള്ള ആ വിഗ്രഹത്തിനനുസരിച്ചിട്ട് ഒരു പുതുവസ്ത്രം, ഒരു മുണ്ട് മേടിച്ചിട്ട് ഭഗവാനെ ഉടുപ്പിക്കുക. കാരണം ഭഗവാൻ ഒരു കോടി. അതിനുശേഷം നമ്മൾ ഒരു ഉരുളി എടുക്കുക. പല വീടുകളിലും ഉരുളി കാണും. ഉരുളി ഇല്ലാത്തവര് പരന്ന ഒരു ബേസിൻ, നല്ല വൃത്തിയുള്ളതായിരിക്കണം. അതിനുശേഷം അതിനകത്തേക്ക് അരി അല്ലെങ്കിൽ നെല്ല് ഇടുക. പിന്നീട് നമ്മൾ പച്ചക്കറികൾ, നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ, വെള്ളരിക്ക, മാങ്ങ, ചക്ക, ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വെക്കുക. ശ്രദ്ധിക്കാനുള്ളത്, ഈ ക്യാരറ്റ്, വഴുതനങ്ങ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചേന, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെക്കരുത്. അതുകൂടാതെ ഈ വിദേശ നിർമ്മിതമായ, അതായത് വിദേശത്തു നിന്നും വരുന്ന പച്ചക്കറികളൊക്കെ ഇന്ന് ധാരാളമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അതൊന്നും എടുത്ത് വെക്കരുത്. കോളിഫ്ലവർ, ക്യാരറ്റ്, മുള്ളങ്കി, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടുള്ളതല്ല. ഇനി ചെയ്യാം ആർക്ക്? നിങ്ങൾ ഉത്തരേന്ത്യയിലാണ് താമസിക്കുന്നതെങ്കിൽ ഏത് പ്രദേശത്താണോ നമ്മൾ താമസിക്കുന്നത് ആ പ്രദേശത്ത് സുലഭമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികളാണ് വെക്കേണ്ടത്. ഏത് പ്രദേശത്താണോ നമ്മൾ വസിക്കുന്നത് ആ പ്രദേശത്ത് സുലഭമായി ലഭിക്കുന്ന നാടൻ സാധനങ്ങൾ, അക്കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ചക്ക, മാങ്ങ, വെള്ളരിക്ക ഇതൊക്കെ വെക്കുന്നതിൻ്റെ കാരണം നമ്മുടെ നാട്ടില് ഈ സമയത്ത് ധാരാളമായി ഉണ്ടാകുന്ന പച്ചക്കറികൾ അതൊക്കെയാണ്. അതുപോലെ തന്നെ കണിക്കൊന്ന. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രധാനമായിട്ടും വെക്കേണ്ടുന്ന കാര്യങ്ങൾ, അഷ്ടമംഗല്യം. അതായത് ഒരു പാത്രത്തിൽ 8 പുണ്യകരങ്ങളായ വസ്തുക്കൾ ഉണ്ടാകണം. ഈ 8 വസ്തുക്കൾ ഓരോ ദേശങ്ങൾക്കനുസരിച്ചിട്ട് അതിലും വ്യത്യാസമുണ്ട്. എങ്കിലും പൊതുവായിട്ട് നമ്മുടെ കണിയിൽ കാണേണ്ടുന്ന വസ്തുക്കളെ പറ്റി ഞാനൊന്ന് പറഞ്ഞു തരാം. നെല്ല് അല്ലെങ്കിൽ അരി. അരിയാണെങ്കിൽ ഉണക്കലരി, അത് ഒട്ടും ക്ഷതമില്ലാത്തതാകണം. അതായത് പൊട്ടിയത്, പഴകിയത് അങ്ങനെയുള്ള അരി ആകാൻ പാടുള്ളതല്ല. ഒട്ടും ക്ഷതമില്ലാത്ത അരി ആയിരിക്കണം. അല്ലെങ്കിൽ നെല്ല് കുറച്ച്. പിന്നീട് വേണ്ടത് കുങ്കുമച്ചെപ്പ്, കുങ്കുമം ഇട്ട ചെപ്പ്. പിന്നീട് കൺമഷി, കൺമഷിയുടെ ഒരു ഡപ്പി. പിന്നീട് അലക്കുവസ്ത്രം അല്ലെങ്കിൽ ഒരു കോടിമുണ്ട്. പിന്നീട് കണ്ണാടി. അടുത്തത് കമുകിൻ പൂക്കുല വെക്കാറുണ്ട്. അത് കിട്ടാത്ത ആളുകൾ തെറ്റിപ്പൂവ്, തുളസിപ്പൂവ് ഇങ്ങനെയുള്ള പൂക്കൾ വെക്കാം. ഗ്രന്ഥം വെക്കാറുണ്ട്. അതായത് വിഷ്ണു പുരാണം അല്ലെങ്കിൽ ദേവി മഹാത്മ്യം, ഭാഗവതം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വെക്കാറുണ്ട്. സ്വർണം, അത് മഹാലക്ഷ്മിയാണ്. എന്തെങ്കിലും സ്വർണം വെക്കാറുണ്ട്. നാണയങ്ങൾ വെക്കാറുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ കണിയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ തേങ്ങ. തേങ്ങ പൊട്ടിച്ച് 2 മുറിയായിട്ട്, തേങ്ങാമുറി 2 തേങ്ങാമുറിയായിട്ട് അങ്ങനെ വെക്കുന്നവരുണ്ട്. അതെല്ലാം തേങ്ങ പൊട്ടിക്കാതെ വെക്കുന്ന ആളുകളുമുണ്ട്. കൂടുതൽ ആളുകളും തേങ്ങ പൊട്ടിച്ചിട്ട് തന്നെയാണ് വെക്കുന്നത്. നാണയത്തുട്ടുകൾ, വെറ്റില, പാക്ക്, അതായത് അടയ്ക്ക, 1 രൂപ അതിൽ വെച്ചിട്ട് ദക്ഷിണ വെക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിർബന്ധമായും നമ്മുടെ കണിയിൽ ഉൾപ്പെടുത്തണം. മലയാളികൾ നിർബന്ധമായും പഴവർഗ്ഗങ്ങളുടെ കൂട്ടത്തിൽ വാഴപ്പഴം ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓരോ ദേശത്തും കിട്ടുന്ന അതാത് നാടൻ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഉൾപ്പെടുത്തേണ്ടത്. നവധാന്യങ്ങൾ വെക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം.
പക്ഷേ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ സാധനങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കണിയിൽ ഉണ്ടാകണം. നമ്മുടെ ദേശത്തുണ്ടാകുന്ന നാടൻ സാധനങ്ങൾ കഴിവതും വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിളക്ക് 5 തിരിയിട്ട് തന്നെ തെളിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബുധനാഴ്ച, അതായത് 2026 ഏപ്രിൽ 15 ബുധനാഴ്ചയാണ് വിഷു. ബുധൻ വിദ്യാകാരകനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ആ ഒരു കണിയിൽ ഉൾപ്പെടുത്തുക. വിഷ്ണു സഹസ്രനാമം, മഹാലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് അന്നേ ദിവസം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മേടം 1 മുതൽ മേടം 10 വരെയുള്ള ദിവസങ്ങൾ, അതായത് 10-ാം ഉദയം, മേടം 1 മുതൽ, അതായത് ഏപ്രിൽ 14 മുതൽ, ഏപ്രിൽ 14 മേടം 1, മേടം 10 വരെ, ആ 10 ദിവസങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനും നവഗ്രഹ പൂജ ചെയ്യുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും നാമം ജപിക്കുകയും ചെയ്താൽ ഗ്രഹപ്പിഴ ദോഷങ്ങൾ മാറുമെന്നും സകല ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നു എന്നുമാണ് വിശ്വാസം. എല്ലാ ദേവന്മാരെയും പൂജിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിനും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മേടം 1. മേടം 1 മുതൽ 10 വരെ ചെയ്യുന്ന എല്ലാ പൂജകൾക്കും വഴിപാടുകൾക്കും വലിയ ഫലസിദ്ധിയാണ് എന്നാണ് വിശ്വാസം. നാഗപൂജ ചെയ്യുന്നതിന്, നവഗ്രഹ പൂജ ചെയ്യുന്നതിന്, നമ്മുടെ എല്ലാ ജീവിത തടസ്സങ്ങളും മാറി സൂര്യനെ പോലെ ഉദിച്ചുയരുന്നതിനായിട്ട് ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് മേടം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. കഴിവതും വെജിറ്റേറിയൻ ഭക്ഷണം ശീലിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില ദേശങ്ങളിൽ നോൺ വെജ് നിർബന്ധമാണ് വിഷുവിന്. ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ കഴിയുന്നതും വെജിറ്റേറിയൻ ഭക്ഷണം അന്നത്തെ ദിവസം ശീലിക്കുകയും പ്രാർത്ഥിക്കുകയും ഈശ്വര പൂജ ചെയ്യുകയും ചെയ്ത് ഒരു പുതിയ തുടക്കമാണ്. ആ പുതിയ തുടക്കത്തിൽ എന്തിനാണ് മാംസഭക്ഷണം കഴിച്ച് മറ്റൊരു ജീവിയുടെ കണ്ണുനീര്, എന്തായാലും ആ ജീവിയെ കൊല്ലുമ്പോൾ ആ ജീവിയുടെ ഒരു കണ്ണുനീരുണ്ട് അല്ലേ? പുതിയ ഒരു തുടക്ക ദിവസം എന്തിനാണ് നമ്മൾ ആ കണ്ണുനീര് വീണ ആ ഭക്ഷണം അത് കഴിക്കുന്നത്? അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും വിഷു ദിവസം നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് വെജിറ്റേറിയൻ ഭക്ഷണം ശീലിച്ച് നാമം ജപിച്ച് ഇരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. വിഷു ദിവസം പാൽപ്പായസം വഴിപാട് കഴിക്കുന്നത്, വീട്ടിൽ സദ്യയ്ക്ക് പാൽപ്പായസം ഉണ്ടാക്കി കഴിക്കുന്നത്, ഇതൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം, ഉണക്കലരി, പാല്, പഞ്ചസാര ഇത്ര മാത്രം മതി. അല്ലാതെ ഏലക്കാപ്പൊടി, ഏലക്ക, ചുക്ക്, ജീരകം അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇതൊക്കെ നെയ്യിൽ വറുത്തിടുക, നെയ്യ് ഒഴിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യവും വേണ്ട. വളരെ പ്ലെയിനായിട്ട് പാലും ഉണക്കലരിയും പഞ്ചസാരയും മാത്രം ചേർത്ത് ഒരു തുളസിക്കതിർ അല്ലെങ്കിൽ 2-3 തുളസിക്കതിർ നന്നായി കഴുകി വൃത്തിയാക്കി അതും ചേർത്ത് ഭഗവാന് നൈവേദ്യമായി സമർപ്പിച്ച് അത് പ്രസാദമായി സ്വീകരിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വിഷുവായിരിക്കും വരാൻ പോകുന്നത്. മറ്റൊരു വിശേഷം വിഷുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കൈനീട്ടം മേടിക്കുക എന്നുള്ളതാണ്. ആരിൽ നിന്നാണ് നമ്മൾ കൈനീട്ടം മേടിക്കേണ്ടത്? ആ കൈനീട്ടം എന്തു ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. മുതിർന്ന ആളുകളിൽ നിന്നാണ് നമ്മൾ കൈനീട്ടം മേടിക്കേണ്ടത്.
മുതിർന്ന ആളുകളിൽ നിന്നും കൈനീട്ടം മേടിക്കുകയും അവരെ നമസ്കരിക്കുവാൻ കൊച്ചുകുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യുക. കൈനീട്ടം മേടിച്ചിട്ട് നമസ്കരിക്കണം, അവരുടെ അനുഗ്രഹം മേടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ലാത്ത മുതിർന്ന ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് കൈനീട്ടം കൊടുത്ത് അവരെ നമസ്കരിക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ പ്രായമായ ഒരു അമ്മുമ്മയുണ്ട്. ആ അമ്മുമ്മയ്ക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ, നമ്മുടെ മക്കളുണ്ടെങ്കിൽ ആ മക്കളെ കൊണ്ട് നമ്മൾ ആ അമ്മുമ്മയ്ക്ക് അല്ലെങ്കിൽ ആ അപ്പൂപ്പന് കൈനീട്ടം കൊടുപ്പിച്ചിട്ട് ആ കുട്ടികളെ നമസ്കരിപ്പിക്കുവാൻ പഠിപ്പിക്കുക. നമസ്കരിക്കാൻ പറയണം കുഞ്ഞുങ്ങളോട്. അവർ നമസ്കരിക്കട്ടെ, നമസ്കരിച്ച് പഠിക്കട്ടെ. അങ്ങനെ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇപ്പോഴേ ശീലിപ്പിക്കണം. കുട്ടികൾക്ക് നിങ്ങൾ വിഷുക്കൈനീട്ടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. പണ്ട് 1 രൂപ നാണയമൊക്കെയാണ് വിഷുക്കൈനീട്ടമായിട്ട് കൊടുക്കുന്നത്. ഇന്ന് അങ്ങനെയൊക്കെ അല്ല കൊടുക്കുന്നത്. ഇന്ന് ആയിരക്കണക്കിന് രൂപയാണ് കൊടുക്കുന്നത്. വിഷുക്കൈനീട്ടം എത്ര കിട്ടി എന്ന് എണ്ണി തിട്ടപ്പെടുത്തി നിനക്ക് എന്നേക്കാൾ കൂടുതൽ കിട്ടിയോ എന്ന് അന്വേഷിക്കുന്ന ഒരു തലമുറയാണ്. അത് കൈവച്ചിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു കഴിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ചിലവാക്കുന്ന ഒരു തലമുറയാണ്. നിങ്ങൾക്ക് അല്ലാത്ത സമയത്ത് അവർക്ക് അങ്ങനെയുള്ള പൈസയൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷേ വിഷുക്കൈനീട്ടം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് 1 രൂപ നാണയം കൊടുക്കുന്നതാണ് എപ്പോഴും, ഒരു നാണയത്തൊട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം അവർക്ക് ചിലവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വലിയ തുകകളൊക്കെ കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം, അതിലൊന്നും വിരോധമില്ല. പക്ഷേ വിഷുക്കൈനീട്ടം എന്ന് പറഞ്ഞ് രാവിലെ കുട്ടികൾക്ക് 1 നാണയം കൊടുക്കുകയും അവരെ കൊണ്ട് നമസ്കരിപ്പിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുക. ഈ നാണയം കൈനീട്ടമാണ്. ഈ നാണയം കൊണ്ട് ഷവർമ്മ മേടിക്കാനുള്ളതല്ല. ഈ നാണയം മഹാലക്ഷ്മിയാണ്. ഈ നാണയം സൂക്ഷിച്ചു വെക്കണം. ഒരു പാട്ടയിലിട്ടിട്ട് നമ്മൾ എവിടെയാണോ വിളക്ക് തെളിയിക്കുന്നത് അവിടെ സൂക്ഷിച്ചു വെക്കണം. അത് മഹാലക്ഷ്മിയാണ്, വർദ്ധിക്കും. നമ്മുടെ വീട്ടിൽ ധനം വർദ്ധിക്കും. അല്ലാതെ കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് വൈകുന്നേരം ബിരിയാണി കഴിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ഷവർമ്മ മേടിക്കുന്ന ഒരു ശീലം കുട്ടികളിൽ വളർത്തരുത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വേറെ പണം കൊടുത്തുകൊള്ളുക. പക്ഷെ കൈനീട്ടം എന്ന നിലയിൽ നിങ്ങൾ കൊടുക്കുന്നത് ഈ 1 നാണയത്തൊട്ട്, ആ നാണയത്തൊട്ട് കൊടുക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു പുതുവസ്ത്രമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ ആ നാണയത്തൊട്ട് കൊടുക്കുകയും ആ നാണയത്തൊട്ട് മേടിച്ചുകൊണ്ട് കണ്ണിൽ വെച്ചുകൊണ്ട് നിങ്ങളെ നമസ്കരിപ്പിക്കുവാനും ആ കുട്ടികളെ ശീലിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ വേറെ പണം കൊടുത്തുകൊള്ളുക, അത് തെറ്റില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആ വിഷുക്കൈനീട്ടം സൂക്ഷിച്ചു വെക്കാനായിട്ട്, ശുദ്ധിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറയുക. മഹാലക്ഷ്മിയുടെ വാസം ഉണ്ടാകും. ഇതാണ് വിഷുക്കൈനീട്ടവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. അന്ന് ക്ഷേത്ര ദർശനത്തിന് പോകുന്ന എല്ലാവരും ഭഗവാന് ഒരു കോടി സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഒരു ഉടയാട സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ നന്ദി ഭഗവാന് ഒരു ചെറിയ മുണ്ട് മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ ദേവന്മാർക്കും ഉപദേവന്മാർക്കും ഒന്നുകിൽ ഉടയാട അല്ലെങ്കിൽ 1 രൂപ നാണയം നമ്മൾ ആ വഞ്ചിയിൽ ഒന്നിട്ട് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് കെട്ടിയ ഒരു മാല, എന്തെങ്കിലും എല്ലാ ദേവന്മാർക്കും ഉപദേവന്മാർക്കുൾപ്പെടെ എല്ലാ ദേവതകൾക്കും അന്നത്തെ ദിവസം എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എല്ലാ ദേവതകൾക്കും നമ്മൾ കൈനീട്ടം കൊടുക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. കഴിയുന്നതും നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവായിട്ട് നമ്മൾ വിഷു ദിവസം ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.